ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, കേരളം വികസിക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ 11 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം നമ്മുടെ രാജ്യത്ത് വരുത്തിയിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിനനുസരിച്ച് കേരളവും മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, വികസിത കേരളം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം. മാറാത്തത്, ഇത്രയും കാലം മാറാത്തത്, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിജെപിക്ക് പുതിയ ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും. ഉത്തരിക്കണ്ടത്ത് വാർഡ് തല നേതൃ സംഗമം, അമിത്ഷാ പരിപാടിയിൽ പങ്കെടുക്കും. അമിത്ഷായെ സ്വീകരിച്ച നേതാക്കൾ. ബിജെപിക്ക് പുതിയ ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കും. ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം. ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ഉത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലും പങ്കെടുക്കും. ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അമിത്ഷാ. ബിജെപിക്ക് പുതിയ ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അമിത്ഷാ എത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനവും നടത്തുന്നു. ബിജെപിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അമിത്ഷാ. ഓഫീസ് ഒരുങ്ങിയിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അമിത്ഷാ നിർവഹിക്കുന്നു.
സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമ അനാച്ഛാദനവും ചെയ്യുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളിദാസൻ, BJPക്ക് പുതിയ ഓഫീസ് ഒരുങ്ങിയിരിക്കുന്നു. മാരാർജി ഭവന്റെ ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. വിവരങ്ങൾ. ഇപ്പോൾ പുതിയ സംസ്ഥാന കാര്യാലയം സജ്ജമായിരിക്കുന്നു എന്നുള്ളത് തന്നെ പറയണം. തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ KG മാരാർ ഭവൻ ഇപ്പോൾ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള KG മാരാരുടെ പേരിലാണ് ഈ ഒരു ഓഫീസ് എന്നുള്ളതും കൂടിയുണ്ട്. കേരളത്തിലുടനീളം ഇത്തരത്തിൽ BJP ഓഫീസുകൾക്കെല്ലാം മാരാർജി ഭവൻ എന്നുള്ളതാണ് പേര്. ഇപ്പോൾ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. ആ ഒരു പ്രതിമയിൽ മാലയിടുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നുള്ളതും കൂടിയാണ്. എന്തായാലും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഓഫീസ് ഉദ്ഘാടനം എന്നുള്ളതും കൂടിയുണ്ട്. മാത്രമല്ല BJPക്കുള്ളിൽ വലിയ രീതിയിൽ തർക്കങ്ങളൊക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വിഭാഗീയതയടക്കം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉദ്ഘാടനം എന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഈ ഒരു അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവ് തന്നെ ഈ കേരള BJP ഘടകത്തിൽ കാര്യമായൊരു മാറ്റം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയേക്കാം എന്നുള്ള സൂചനകളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യൂഹങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അമിത്ഷായ്ക്ക് വലിയ രീതിയിൽ ഒരു സ്വാധീനം കേരള BJP ഘടകത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഭാഗീയതയെ സംബന്ധിച്ച് കൃത്യമായൊരു നടപടി അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതും കൂടിയുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രധാനമായും ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ എന്തുകൊണ്ട് ഈ ഒരു വിഭാഗീയതയിൽ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ നിലവിൽ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ ഈ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസായ സംസ്ഥാന കാര്യാലയമായ KG മാരാർ ഭവൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാറുടെ പേരിലുള്ള കെട്ടിടമാണ്. ഒപ്പം തന്നെ KG മാരാരുടെ പ്രതിമയിൽ മാലയിട്ട് പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നുള്ളതും കൂടിയുണ്ട്. ഇതിന് ശേഷം ഒരു യോഗം കൂടിയുണ്ട്. ആ യോഗത്തിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരുമെന്നുള്ളതും കൂടി നമുക്കറിയാൻ സാധിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട്. ഒപ്പം തന്നെ മറ്റ് നിരവധി നേതാക്കളും കൂടിയുണ്ട്. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഈ ഒരു ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും ഒരു ചെറിയ യോഗം ഉണ്ടാകും, അല്ലെങ്കിൽ BJP നേതാക്കൾ കൂടിയിട്ടുള്ള ഒരു യോഗം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ കാണും എന്നുള്ളതും കൂടിയാണ് നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അറിയുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൊതുയോഗമൊക്കെയുണ്ട്. ആ പൊതുയോഗത്തിലൊക്കെ അമിത്ഷായും പങ്കെടുക്കും എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയോടെയാണ് അമിത്ഷാ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുക. ഇപ്പോൾ KG മാരാർ ഭവൻ BJPയുടെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള തിരുവനന്തപുരത്തെ KG മാരാർ ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വൃന്ദ. കാളിദാസ്, ഇതോടൊപ്പം തന്നെ പുത്തരിക്കണ്ട മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പരിപാടികളെല്ലാം തന്നെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വൃന്ദ, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു മാരാർജി ഭവനിൽ സംസ്ഥാന കാര്യാലയത്തിൽ ഒരു യോഗമുണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പൊതുയോഗം അടക്കമുണ്ടാവുക. 11 പൊതുയോഗം ചേരും, 11:30 ഈ ഒരു പുത്തരിക്കണ്ട മൈതാനത്ത് പൊതുയോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചു. ഇപ്പോൾ 11 മണിയായിരിക്കുന്നു, 11 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചടങ്ങ്, അല്ലെങ്കിൽ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് ഈ 11 മണിയോടുകൂടി തന്നെയാണ്. ആ ഒരു ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. BJPക്ക് ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന കാര്യാലയം ആയിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയധികം പൂർണ്ണ സജ്ജതയോടെ, അല്ലെങ്കിൽ പൂർണ്ണ സജ്ജമായ ഒരു കെട്ടിടം കൂടിയാണ്. നിരവധി സൗകര്യങ്ങളടക്കം ആ ഒരു സംസ്ഥാന കാര്യാലയത്തിൽ ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കാര്യാലയങ്ങൾ BJPക്ക് നേരത്തെയും ഉണ്ടായിരുന്നു. മാരാർജി ഭവൻ എന്ന പേരിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യാലയങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിരവധി കാര്യാലയങ്ങൾ, നിരവധി കമ്മിറ്റി ഓഫീസുകളൊക്കെ സമീപകാലത്തെല്ലാം പല ജില്ലകളിലുമായി ഉദ്ഘാടനം
നടന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പുതിയ കാര്യാലയങ്ങൾ പണി കഴിപ്പിക്കുന്ന നടപടികളൊക്കെ നേരത്തെയും BJPയുടെ ഭാഗത്തു നിന്നുമൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ ഉദ്ഘാടനം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകം കൂടിയാണ്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു സ്വാധീനം BJPക്ക് ഒരു മൂന്നാം കക്ഷി എന്നുള്ള നിലയിൽ BJPക്കും ഒപ്പം തന്നെ BJP ഏറ്റവും പ്രധാന കക്ഷിയായിട്ടുള്ള NDA മുന്നണിയിലുമൊക്കെ വലിയ രീതിയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ സാധിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ള ചില വിലയിരുത്തൽ കൂടി BJPക്കുള്ളിൽ നിന്നും നടക്കുന്നുണ്ട്. മാത്രമല്ല അത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങളും കൂടി അമിത്ഷായ്ക്കുണ്ട്. ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയ്ക്കും പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. കാരണം കേരളത്തിൽ ഇപ്പോഴും BJPക്ക് ഇനിയും കാലുറപ്പിക്കാനായിട്ടില്ല. ആകെ കൂടിയുള്ളത് ഒരു MP സീറ്റ് മാത്രമാണ്, തൃശ്ശൂർ മണ്ഡലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ രീതിയിൽ തങ്ങളുടെ ശക്തി കാണിക്കുക എന്നുള്ളൊരു ചുമതല പ്രധാനമായും BJPക്കുണ്ട്. മാത്രമല്ല സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ആ ഒരു സ്വാധീനം കാണിക്കാൻ സാധിച്ചു എന്നുള്ള വിലയിരുത്തൽ ഒക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും രാജീവ് ചന്ദ്രശേഖറിന് ഏറെ നിർണായകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല യോഗങ്ങൾക്കുമൊക്കെ വേദിയാകാനുള്ള സംസ്ഥാന കാര്യാലയമാണ് ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് സജ്ജമായിരിക്കുന്നത്. വൃന്ദ. ശരി കാളിദാസ്. സ്കൂൾ സമയമാറ്റത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ എന്ന് സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിന് ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മന്ത്രി വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും സാമുദായിക കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി മാന്യമായിരിക്കണമെന്നും വലിയൊരു മതസമൂഹത്തെ